എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചിക്കൻ കറി വിത്ത് തിക്ക് ഗ്രേവി. ഇവിടെ ചിക്കൻ കറിയൊക്കെ പല വ്യത്യസ്ത തരത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ കറിയാണ് ഇത്തരത്തിൽ തയ്യാറാക്കുന്നത്. ചിൽഡ്രൻ സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് കൂടി വേണമെങ്കിൽ പറയാം. ഇത് കോക്കനട്ടൊന്നും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പ്രിപ്പറേഷൻസിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പിന്നെ കറിവേപ്പില. കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നാടൻ കോഴിയാണ്. ചെറിയ കോഴി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. 1 കിലോയോളമുണ്ട്. ഇവിടെ ഫാമിൽ നിന്ന് മേടിച്ചതാണ്. ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തിക്ക് ഗ്രേവി പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. ഇവിടെ ഏകദേശം 1 കിലോ ചിക്കനുള്ള മസാലക്കൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൊറിയാണ്ടർ പൗഡർ, അതുപോലെ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയുണ്ട്. ഗരം മസാല ഞാൻ ഒരുമിച്ച് പൊടിച്ച് വെക്കുകയല്ല ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറേ പൊടികൾ കാണുന്നത്. കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ചില്ലി പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരിയാണ്. ഒരു സ്പൈസി പ്രിപ്പറേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് പെപ്പർ പൗഡറും കുറച്ചുകൂടി നാടൻ മുളക് പൊടിയും എല്ലാം ചേർത്താൽ മതിയോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇതിന് ശേഷം ചെറിയായിട്ട് ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺ ഓയിലാണ്. ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചെറുതായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മസാലകൾ നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് വഴന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളികളും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളികളിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തണുത്ത് ആറുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്തറിയതിനു ശേഷം നമുക്ക് ഈ കൂട്ടൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നീട് പാനിലേക്ക് ഈ കൂട്ടെല്ലാം കൂടി നമുക്ക് ചിക്കനും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചിക്കനിലേക്ക് മുന്നേ ഒരു മസാലയും ഞാൻ ചേർത്തിട്ടില്ല. ഈ മസാലകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വയ്ക്കാം. മസാലകളെല്ലാം കൂടി ഒന്ന് പിടിക്കട്ടെ. ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടവും. പിന്നെ നമുക്ക് വെന്ത് കഴിയുമ്പം കുറച്ചുകൂടി നോക്കി ഇട്ടാൽ മതിയല്ലോ. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, കൂടുതൽ ചാറ് വേണ്ടവർ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശമായി വരുന്നുണ്ട്. തുറന്ന് നോക്കാം. വേവൊക്കെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ ചാറ് കുറുക്കിയെടുക്കാം നമുക്ക്. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. നാടൻ കോഴി ആയതുകൊണ്ട് വേവ് കൂടുതലുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. കറക്റ്റ് അളവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മേമ്പൊടി കൂടി ചേർക്കുകയാണ്. കുറച്ച് ശർക്കരയ്ക്ക് വരും പഞ്ചസാര ചേർത്താലും മതി. ശർക്കരയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കളറും ഒന്ന് കൂടുതൽ കിട്ടും. ഈ ഒരു ഫ്ലേവറാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് മധുരവും ഉപ്പും രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ. ഇതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് തക്കാളി സോസ് ചേർത്താലും മതി. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ ഒന്ന് താളിച്ചു കൊടുക്കാം. കറിവേപ്പിലയും കടുകും കൂടെയുള്ള ആ സ്മെല്ല് അത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള നല്ല ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു അഡീഷണലായിട്ട് സാധനങ്ങളൊക്കെ ചേർത്ത് ഒരു ഹെൽത്തി റിച്ച് റെസിപ്പിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. മറ്റൊന്നുമല്ല, കുറച്ച് കാഷ്യൂനട്ട് അരച്ച് ചേർക്കുകയാണെങ്കിൽ ആ ഫ്ലേവറിൽ ഒരു വ്യത്യാസം കാണും. കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. മാത്രവുമല്ല
വളരെ ടേസ്റ്റി ആയിരിക്കും. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വേറൊരു ടേസ്റ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോഴും ഇതിലിവിടെ ചേർത്തിട്ടില്ല ഒന്നും തന്നെ. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്തരത്തിൽ തയ്യാറാക്കുന്നത്. നല്ല ഗ്രേവി ഉണ്ടാവും, തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യവുമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണ് ഇത്തരത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത്. പലരും ചെയ്ത് നോക്കുന്നുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചില റെസ്റ്റോറൻറ്റുകളിൽ ചെല്ലുമ്പോഴും ഈ ടേസ്റ്റിലുള്ള ചിക്കൻ കറി കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ അതിൽ കുറച്ച് കാഷ്യൂനട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഏകദേശം ആ ടേസ്റ്റോടു കൂടി തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയപ്പോഴും എനിക്ക് കിട്ടിയത്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.